വിദ്യാർത്ഥിയെ കോളേജ് പ്രിൻസിപ്പൽ മർദ്ദിച്ചതായി പരാതി. പത്തനംതിട്ട കോന്നി തവളപ്പാറ സെന്റ് തോമസ് കോളേജിലാണ് സംഭവമുണ്ടായത്. കോളേജ് പ്രിൻസിപ്പൽ വിദ്യാർത്ഥിയെ കയ്യേറ്റം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പയ്യനാമൺ സ്വദേശിയും BSc സൈക്കോളജി വിദ്യാർത്ഥിയുമായിരുന്ന ബിബിനാണ് മർദ്ദനമേറ്റത്. കോളേജിൽ നിന്നും പാസ് ഔട്ടായി പോകുമ്പോൾ തിരികെ നൽകുന്ന കോഷൻ ഡിപ്പോസിറ്റ് തുക സംബന്ധിച്ച തർക്കമാണ് ഇത്തരത്തിലൊരു കയ്യേറ്റത്തിലേക്ക് നയിച്ചത്. വിദ്യാർത്ഥി ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് ഇത് സംബന്ധിച്ച പരാതി നൽകിയിട്ടുണ്ട്. എന്നാ മാനേജ്മെന്റ് വിളി കൂടുതൽ സംസാരിക്കാൻ വന്നു എന്നാലും പറഞ്ഞു വന്നേ. ഒരു പേടിയില്ല സാറേ, അതിൽ കൂടുതൽ പൈസ മേടിച്ചിട്ട് തോന്നസം കാണിക്കാൻ കോളേജ് തോന്നസം കാണിക്കില്ല. അങ്ങനെ തന്നെ ഞാൻ പറയും എന്ന് സംസാരിക്കാൻ എനിക്കെന്ത് ആരാ ആ പുള്ളിയാണ് പറഞ്ഞത് പ്രിൻസിപ്പളിനോട് സംസാരിക്കാൻ. പിന്നെ പ്രിൻസിപ്പൾ വിളി മാനേജ്മെന്റ് ആരാ വെച്ച് വിളി അവകാശമുണ്ട്. എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക എന്നത് അതായത് കോഷൻ ഡിപ്പോസിറ്റ് വാങ്ങാൻ വേണ്ടി ഞാനും എൻ്റെ കൂട്ടുകാരും ചെന്നത്. അവിടെ ചെന്ന സമയത്ത് അക്കൗണ്ടൻറ്റ് പറഞ്ഞു പ്രിൻസിപ്പളിൻ്റെ അടുത്ത് ചോദിക്കാൻ കോഷൻ ഡിപ്പോസിറ്റ്. പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു അക്കൗണ്ടൻ്റെ അടുത്ത് ചോദിക്കാൻ. അതായത് ഞങ്ങൾക്ക് 2000 രൂപയാണ് കിട്ടേണ്ടത്. കോളേജ് കയറിയപ്പോഴേ ഞങ്ങളോട് പറഞ്ഞു 2000 രൂപ ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോയി ചോദിച്ചപ്പോൾ 1500 രൂപ തരത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പോയി ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പോയി ചോദിച്ചു. ആദ്യം തന്നെ പ്രിൻസിപ്പൾ എന്നെ പിടിച്ച് ഞങ്ങളെല്ലാവരും കൂടെ പോയത്. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരെല്ലാവരും ഒരുമിച്ചാണ് പോയത്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പം പെൺകുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം പ്രിൻസിപ്പളിൻ്റെ റൂമിൽ കയറിയപ്പോഴേ എന്നെ പിടിച്ച് ആദ്യമേ സാറിന് എന്താ കോഷൻ ഡിപ്പോസിറ്റ് ചോദിച്ചപ്പോഴേ എന്നെ പിടിച്ച് ആദ്യം തെള്ളി കഴിഞ്ഞ് പുറത്തിറങ്ങി വീണ്ടും സാറിനോട് ചോദിച്ചു സാറേ കോഷൻ ഡിപ്പോസിറ്റ് എന്താ തരാതെന്ന് ചോദിച്ചപ്പോൾ സാറ് പറയും നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പരാതി കൊടുക്കാൻ. അപ്പോൾ ഞാൻ വീണ്ടും സാറിനോട് ചോദിച്ചു സാറേ ഞാൻ കോളേജിലെ മാനേജ്മെൻറ്റിനോടൊന്ന് സംസാരിക്കുമെന്ന്. അപ്പോൾ സാറ് പറഞ്ഞു നിങ്ങൾക്ക് മാനേജ്മെൻറ്റിനോട് സംസാരിക്കാൻ പറ്റത്തില്ല. സാറ് നല്ലപോലെ വയലൻ്റായി, സംസാരിക്കാൻ പറ്റത്തില്ല, സാറിന് മാത്രമേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും എനിക്ക് എന്നെ പിടിച്ച് തള്ളിയതിൽ ഞാൻ കുറച്ച് ട്രിഗറായി. അപ്പോൾ സാറിനോട് ചോദിച്ചു. സാറിനോട് ഞാൻ മോശമായിട്ടൊന്നും പെരുമാറിയില്ല. അത് ഒന്നും പെരുമാറിയില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടുകാരും ഒന്നുമില്ല. ഞങ്ങൾ മാന്യമായിട്ട് ചോദിച്ചു സാറേ എന്നാൽ ഞങ്ങൾക്ക് ഒരു റെസീത് എഴുതി തരാം, 1500 രൂപ തരത്തുള്ളൂ, 500 രൂപ റെസീത് എഴുതി തരാൻ വേണ്ടി സാറിനോട് ചോദിച്ചു. സാർ പറഞ്ഞു അതും പറ്റത്തില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പരാതി പറയാൻ. അപ്പോൾ ഞങ്ങൾ സാറിൻ്റെ റൂമിൽ കയറുമ്പോഴേ ഞങ്ങൾ വീഡിയോ ഓണാക്കും. ഞങ്ങൾ വീഡിയോ ഓണാക്കിയാലേ സാറിൻ്റെ റൂമിൽ കയറത്തുള്ളൂ. ഇത് പല തവണയായിട്ട് കോളേജിൽ പഠിച്ച സമയത്ത് സാർ ഇതുപോലെ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ എന്നെ ദേഹത്ത് പിടിച്ചിട്ട് ഒറ്റ തെള്ള്. അവിടെ CCTV ഉണ്ട്. CCTV ഉൾപ്പെടെ അവിടെ നിന്ന് സ്റ്റാഫ് എല്ലാവരും കണ്ടതാണ്. എന്നെ പിടിച്ചതല്ല അത്യാവശ്യം നല്ല രീതിയിൽ എന്നെ മർദ്ദിച്ച് എന്നെ പിടിച്ച് തള്ളി എൻ്റെ ഷോൾഡറെല്ലാം നല്ല രീതിയിൽ പോയി ഇടിച്ച് പെയിനായി. അത് കഴിഞ്ഞ് സാർ സംസാരിച്ച് ഞങ്ങൾക്ക് കോഷൻ ഡിപ്പോസിറ്റ് തന്നില്ല. ഞങ്ങളോട് പറഞ്ഞ് 1500 രൂപ നിങ്ങൾക്ക് തരത്തുള്ളൂ, 500 രൂപയ്ക്ക് രസീതില്ല ഒന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിച്ചുകൊണ്ട് പോകാൻ. MG യൂണിവേഴ്സിറ്റി റൂൾ ഞാൻ സാറിനെ കാണിച്ചു. സാറേ MG യൂണിവേഴ്സിറ്റി റൂളാണ്, 2000 രൂപ തന്നാൽ ഞങ്ങൾ എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടാക്കിയെന്ന് ചോദിച്ചു. ഞങ്ങൾ കോളേജിൽ ഒരു നാശനഷ്ടം ഉണ്ടാക്കിയിട്ടില്ല, ഒരു സാധനവും ഞങ്ങൾ നശിപ്പിച്ചിട്ടില്ല. ലൈബ്രറിയിലെ ബുക്കുകളെല്ലാം അതേപോലെ ഇരുന്ന് എല്ലാവരുടെയും ഒപ്പം മേടിച്ചിട്ടാണ് ഞങ്ങൾ കോളേജ് ചെന്നത്. ഇതിപ്പോൾ 2 മാസം നടന്നിട്ട് കാരണം എനിക്ക് എക്സാം എഴുതണം. അത് വീട്ടിൽ ഞാൻ ഇത് പറഞ്ഞിട്ടില്ല. ഞാൻ മാനസികമായിട്ട് നല്ല രീതിയിൽ അന്ന് കഴിഞ്ഞ് പ്രശ്നമായി. ഞാനിപ്പം മെഡിസിൻ എടുക്കുന്നുണ്ട്, അതിൻ്റെ പേപ്പറെല്ലാം എൻ്റെ ഉണ്ട്. അതൊന്ന് ഞാൻ സാറിൻ്റെ അടുത്ത് ഈ പേപ്പറെല്ലാം ഞാൻ ഓൾറെഡി കോളേജിൽ കാണിച്ചിട്ടുള്ളതായിരുന്നു. ഓൾറെഡി ഞാൻ മെഡിസിൻ എടുക്കുന്ന ഒരാളാണ്. ഇതുപോലത്തെ ഒരു മാനസികമായിട്ട് ചെറിയൊരു ആങ്സൈറ്റി അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതിനെതിരെ മെഡിസിൻ എടുക്കുന്നതായിരുന്നു. അത് ഓൾറെഡി ഞാൻ കോളേജിൽ കാണിച്ചു. കോളേജിലെ സ്റ്റാഫുകളൊക്കെ ഇടപെട്ടില്ല. ആരും എന്നോട് അത് കഴിഞ്ഞ് ഒരു മിസ് മാത്രം എന്നോട് ചോദിച്ചു എന്താ ബിബിനെ പ്രശ്നം. അങ്ങനെ അടുത്തറിയാവുന്ന ഒരു മിസ് ചോദിച്ചു എന്താ ബിബിനെ പ്രശ്നം. അപ്പം മിസ്സിനോട് ഞാൻ പ്രശ്നം പറഞ്ഞു. അപ്പം മിസ് എന്നോട് പറഞ്ഞു ഇങ്ങനെ പരാതി എന്തെങ്കിലും കൊടുക്കാൻ. പക്ഷേ എനിക്ക് കോളേജിലെ പ്രിൻസിപ്പളിനെ കാണാൻ പേടിയായതുകൊണ്ടാണ് എന്തെങ്കിലും ഇനി എൻ്റെ യൂണിവേഴ്സിറ്റി എൻ്റെ മാർക്ക് ഷീറ്റ് അങ്ങനെ എന്തെങ്കിലും കളയുക എന്നൊരു പേടി വെച്ചാണ് ഞാൻ ഇത്രയും നാളും. പക്ഷേ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഈ ഒരു നിമിഷം വരെ എനിക്ക് പറ്റുന്നില്ല. അത് കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു പരാതി കൊടുക്കുന്നത്.
വീട്ടുകാരൊക്കെ നമ്മൾ അന്നേരം അറിയിച്ചിട്ടില്ലായിരുന്നു. വീട്ടുകാരെ ഒന്നും, ഞാൻ അമ്മയോട് മാത്രം. അമ്മയ്ക്കൊരു പേടി ഉണ്ടായിരുന്നു, ഇനി സാർ എന്തെങ്കിലും ചെയ്താലും, ഇനിയും സാറ് യൂണിവേഴ്സിറ്റി ഈ ഇടയ്ക്ക് എനിക്ക് എന്തോ കണ്ടക്ട് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോയപ്പോഴും സാർ എന്നോട് മോശമായിട്ട് തന്നെ പെരുമാറിയത്. നിൻ്റെ മാർക്ക് ഷീറ്റിൽ നിനക്ക് റെഡ് എഴുതി തരും, അങ്ങനത്തെ രീതിയിലൊക്കെ എന്നോട് മോശമായിട്ട് സംസാരിച്ചു. എല്ലാവരുടെ മുന്നിലും അവിടെ നിന്ന് സ്റ്റാഫ്, സ്റ്റുഡൻസ് ഒക്കെ ചോദിച്ചു സാറിനോട് എന്തിനാണ് സാറെ പേടിച്ചുള്ളത്, അങ്ങനത്തെ രീതിയിൽ സ്റ്റുഡൻസ് എല്ലാം ചോദിച്ചു. അപ്പോഴെല്ലാം സാറ് പറഞ്ഞ് എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യും, നിങ്ങൾക്ക് പരാതി പറ്റും. അപ്പോൾ ഞാൻ സാറോട് സാർ ഞാൻ പരാതി കൊടുക്കുന്നു. അപ്പോൾ സാർ നിനക്ക് പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ നീ പോയി കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങളെ ഭീഷണിപ്പെടുത്തുക, എന്തൊരു കാര്യം പറഞ്ഞാലും സാറ് ഭീഷണിപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്ത്, എനിക്കൊരു പ്രശ്നമില്ല, അങ്ങനത്തെ രീതിയിലാണ് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. നല്ല രീതിയിൽ പിടിച്ചു തള്ളി. അവിടുത്തെ സ്റ്റാഫ് ആരും അനങ്ങിയില്ല. അപ്പോഴും സ്റ്റാഫ് പറഞ്ഞു ഞങ്ങളുടെ കയ്യിലാണ് തെറ്റ്, ഞങ്ങൾ അവിടുത്തെ അക്കൗണ്ടൻറ്റിനോട് ചോദിച്ചപ്പോൾ അക്കൗണ്ടൻറ്റ് പറയും അക്കൗണ്ടിനൊന്നും അറിയത്തില്ല, അത് പ്രിൻസിപ്പളിനോട് ചോദിക്കാൻ പറഞ്ഞു. പ്രിൻസിപ്പൾ പറയും മാനേജറിനോട് ചോദിക്കാൻ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു മാനേജറിനോട് ഞങ്ങൾ ചോദിക്കാമെന്ന്. അപ്പോൾ പറഞ്ഞ് സാറ് പറയുക നിങ്ങൾക്ക് മാനേജറിനോട് ചോദിക്കാൻ പറ്റത്തില്ല, സാറിന് മാത്രമേ ചോദിക്കാൻ പറ്റത്തുള്ളൂ. ആർക്കും കൊടുത്തിട്ടില്ല, 2000 കൊടുത്തില്ല, 1500 രൂപ. എന്നാൽ 500 രൂപയ്ക്ക് രസീത് ഇന്നതാണ് കാരണം, അതായത് മാനേജ്മെൻറ്റ് പറഞ്ഞു 500 രൂപ കൊടുക്കാൻ പാടില്ല, അങ്ങനെ ഒരു രസീത് തരാൻ പറഞ്ഞു. അപ്പോൾ അവർ അതും തരത്തില്ലെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വേണം, ഞങ്ങളോട് ഒപ്പിടിച്ചിട്ടാണ് എമൗണ്ട്, അതായത് കോഷൻ ഡെപ്പോസിറ്റ് ഒപ്പിടിച്ചിട്ടാണ് ഇവർ 1500 രൂപ എഴുതുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, മേടിച്ചില്ലെങ്കിൽ ആ പൈസ പോയി. അതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞ് എല്ലാവരും ഒന്നും വിളിച്ചുകൊണ്ട് വരില്ല, ഞങ്ങളെ ഓരോ മാസം പറ്റിക്കുക. ഞങ്ങൾക്ക് ജൂലൈ തരാമെന്ന് പറഞ്ഞു, ജൂലൈ ചെന്ന് പറഞ്ഞ് പറ്റത്തില്ല, ആഗസ്റ്റ്, ഇങ്ങനെ മാസം മാറ്റിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. 3ാമത്തെ വർഷമാണ് ഈ പ്രിൻസിപ്പൾ കയറിയപ്പോൾ തൊട്ട് സാർ ഓരോ കാര്യം പറഞ്ഞ് ഓരോ പ്രശ്നമായിരുന്നു. ഡെയിലി ഞങ്ങൾ സാറിൻ്റെ റൂമിൽ കയറണമെങ്കിൽ ഞങ്ങൾ ഒന്നെങ്കിൽ വോയിസ് റെക്കോർഡർ ഓണാക്കും, അല്ലെങ്കിൽ വീഡിയോ ഓണാക്കും, അങ്ങനെ കയറാൻ പറ്റത്തുള്ളൂ. കാരണം ഇന്ന് പറയുന്നതല്ല സാറ് നാളെ പറയുന്നത്, അങ്ങനെ മാറ്റി സംസാരിക്കും. അത് കോളേജിലെ എല്ലാ സ്റ്റുഡൻസിനും അറിയാവുന്നതാണ്.